പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്, ഈ ഒരുപാട് ചിരിപ്പിക്കുന്നവർക്കായിരിക്കും ഒരുപാട് വിഷമങ്ങൾ. നമ്മൾ കാണുന്ന വ്യക്തികളൊന്നും അല്ലല്ലേ അവരുടെ ലൈഫ്. റിയൽ അല്ല റിയാലിറ്റി. റിയൽ വേഴ്സസ് റിയൽ ആണ് നടക്കുന്നത്. സ്നേഹ ഗൗരിയുടെ ജീവിതത്തിൽ 5-ാം വയസ്സിൽ സെക്സ്വൽ അബ്യൂസ് നടന്നിട്ടുണ്ടോ? അതിന്റെ കഥ എന്തായിരുന്നു? എന്താണോ ഞാൻ ഉള്ളിൽ നീറുന്ന വേദനിക്കുന്ന അത് പുറത്ത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. എൻ്റെ എല്ലാം എന്ന് പറയുന്നത് എൻ്റെ അമ്മയായിരുന്നു. അമ്മമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് തന്നെ. അമ്മമ്മയെ പോലെ ആർക്കും റീപ്ലേസ് ആവാൻ പറ്റില്ല. എനിക്ക് അന്ന് കിട്ടിയ ഒരു കെട്ടിപ്പിടുത്തമുണ്ട്. ഐ വാസ് സേഫ്. ഞാൻ സേഫ് ആയിരുന്നു ആ ഒരു ഹഗ്ഗില്. എനിക്കത് എൻ്റെ ലൈഫിൽ പിന്നെ കിട്ടിയിട്ടില്ല. ഞാൻ അനുഭവിച്ച പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം കാര്യങ്ങളും എല്ലാം അതായിരുന്നു. എന്താ പറയാ, ഗൗരി വിഷമിക്കരുത്, നീ തീ കുരുത്തത വെയിലത്ത് വാടരുത്. എന്റെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഞാനാണ് എന്നാണ് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത്. അത്രേ ഉള്ളൂ. പോയി എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയൽ ടൂറുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. 9-ാം ക്ലാസ്സിൽ തൻ്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നു. ഇന്ന് ഒത്തിരി സ്വപ്നങ്ങൾ എന്ന സീരിയലിൽ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള സ്നേഹ ഗൗരിയാണ് എന്നോടൊപ്പം. നമസ്കാരം. എന്നാ അഭിനയമാടാ പോയി. ശരിക്കും ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലില്ലേ. അതിലെ അഡ്വക്കേറ്റ് ഒരുപാട് അമ്മമാർക്ക് അല്ലെ സീരിയൽ കാണുന്ന കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു കഥാപാത്രം തന്നെയാണ്. ആ ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിലും ഞങ്ങൾക്കത് കാണാൻ സാധിച്ചതിലും ഒരുപാട് നന്ദി. തിരുവനന്തപുരംകാരി സ്നേഹ ഗൗരി 9-ാം ക്ലാസ്സിൽ അഭിനയ ജീവിതം ആരംഭിക്കുന്നു. പിന്നെ തുടർന്നുള്ളൊരു യാത്ര എങ്ങനെയായിരുന്നു? ഞാൻ ഫസ്റ്റ് ചെയ്ത പോക്ക് പരസ്പരം എന്ന് പറഞ്ഞ സീരിയലായിരുന്നു. പിന്നെ സെക്കൻഡ് അടുത്ത ബെല്ലോട് കൂടി എന്ന് പറഞ്ഞിട്ട് സി കേരളത്തിലൊരു പ്രൊജക്റ്റ് ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ഒത്തിരി സ്വപ്നങ്ങൾ. ഈ ഒത്തിരി സ്വപ്നങ്ങളിലാണ് എനിക്ക് തോന്നുന്നത് ഏറെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. തീർച്ചയായും ഈ തിരുവനന്തപുരംകാരി അല്ലെ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഈ സീരിയലിലോട്ടൊരു ഇഷ്ടം തോന്നിപ്പോകുന്നതാണോ അതോ യാദൃശ്ചികമായി അഭിനയത്തിലൂടെ? യാദൃശ്ചികമായിട്ട് അതിലേക്ക് വരുന്നതാണ്. പിന്നെ ബാലൻസ്ഡ് ആയിട്ട് പോയി. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ SSLC എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് അല്ലല്ലോ. മാത്രമല്ല ആ ഒരു പീരീഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താ പറയുക, കൂടുതൽ ഫോക്കസ് പഠിത്തമായിരിക്കണം, സ്റ്റഡീസ് തന്നെ ആയിരിക്കണം എന്ന രീതിയാണല്ലോ വീട്ടിലും. പിന്നെ അങ്ങനെ പോയതിന്റെ ഒരു ബ്രേക്ക് ഒക്കെ ആയിരുന്നു. ആദ്യം തന്നെ പറയാൻ കേട്ടോ, ക്യൂട്ടാ കേട്ടോ കാണാൻ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കമന്റ് ഒക്കെ വെറുതെ ഒക്കെ ആയിട്ട് വരും. ഈ നമ്മൾ ഏതൊരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ സ്റ്റഡി ചെയ്യും. അപ്പം അങ്ങനെ ഇന്ന് സ്നേഹ ഗൗരിയുടെയാണ് ഇന്റർവ്യൂ. കുറച്ച് സുഹൃത്തുക്കളെ ഞാൻ സ്നേഹ പോലും അറിയാതെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫ്രണ്ട്സ് സർക്കിളിലാണെങ്കിലും സ്കൂൾ കോളേജ് കാലഘട്ടത്തിലാണെങ്കിലും ലൊക്കേഷനാണെങ്കിലും എല്ലാവരും ചിരിപ്പിക്കും. അല്ലെ എല്ലാവരുടെയും വിഷമമുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ കയറി ഇടപെട്ട് അതെല്ലാം പരിഹരിക്കും. അപ്പം ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്, ഈ ഒരുപാട് ചിരിപ്പിക്കുന്നവർക്കായിരിക്കും ഒരുപാട് വിഷമങ്ങൾ. റിയൽ ലൈഫ് എന്തുവാ? റിയൽ ലൈഫ് അല്ല, റിയൽ ലൈഫ് എന്തോ സ്നേഹ ഗൗരിയുടെ? ഒട്ടുമിക്ക ആൾക്കാരും ചോദിച്ചിട്ടുള്ള കാര്യം ഭയങ്കര മീൻസ് ഞാൻ മിണ്ടാതിരിക്കും. എൻ്റെ അടുത്ത് പറയും, അല്ലെ ആദ്യമായിട്ട് ഫസ്റ്റ് സൈറ്റിൽ കാണുമ്പോൾ എന്തൊരു അഹങ്കാരം, ദേഷ്യക്കാരിയാ, ഭയങ്കര ജാടാ, ഭയങ്കര പ്രശ്നക്കാരിയാ, ആ രീതിയിലാണ് കമന്റ്സ് കൂടുതൽ ആദ്യത്തെ ഒരു ഇത് കിട്ടുന്നത്. പക്ഷെ അടുത്തറിയുമ്പോ അറിയാം, അയ്യോ ഇതായിരുന്നോ എന്ന രീതിയിൽ. അങ്ങനെയൊക്കെ കോമഡിയാണ് ആകെ മൊത്തം. എനിക്കിഷ്ടം ഇതാ. ഈ എപ്പോഴെങ്കിലും സ്നേഹ സ്കൂൾ കാലഘട്ടമാണെങ്കിലും കോളേജ് കാലഘട്ടം എടുത്തു നോക്കിയാലും ഈ ഒരു വണ്ണം ലൈഫിനെ ബാധിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ട്, തീർച്ചയായും. എന്തായിരുന്നു അതിന്റെ അനുഭവം? അത് ഇപ്പോ എന്തുവാ, എല്ലാ രീതിയിലും എഫക്റ്റഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോ സ്കൂളിങ്ങിലായാലും ഈ പറഞ്ഞ പോലെ എന്തോ ഈ നമ്മുടെ കളിയാക്കുന്ന വേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് മറ്റേ തടിച്ചതോ വരുന്നുള്ളൂ, പിന്നെ ഒരു മീൻസ് ക്ലാസ്സിലെല്ലാവരും ഓൾമോസ്റ്റ് എൻ്റെയൊക്കെ, അതായത് ഞാൻ 2000-ലെ അപ്പം ക്ലാസ്സിലുള്ള ഒട്ടുമിക്ക പിള്ളേരും ഈ പറഞ്ഞ പോലെ
സ്ലിമ്മും ഒക്കെ ആയിട്ടുള്ള ഒക്കെ ആയിരിക്കും. അപ്പം എന്നെ കാണുമ്പോഴത്തേക്കോ മറ്റേ ആ തടിച്ച് ആ ക്ലാസ്സിലുള്ള മറ്റേ ഇതാ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മീൻസ് കമന്റ് മൊത്തം അങ്ങനെയാ. കേൾക്കുന്നതിലല്ല, നമുക്കത് എഫക്റ്റ് ആവുന്ന സാഹചര്യം എന്ന് പറയുന്നത് വൺസ് അത് നമ്മുടേതായ കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് കാണുന്ന ഓരോരോ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഈ പറയും പോലെ വെഡ്ഡിങ് പരിപാടികളൊക്കെ പോകുമ്പം ഈ വിളി അങ്ങ് കേട്ട് കേട്ടതങ്ങ് ഒരു ഇതാവും. കേൾക്കുന്നതിലുപരി അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ സറൗണ്ടിങ്സിൽ ആൾക്കാരുണ്ടാവുമല്ലോ. മീൻസ് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ഫാമിലീസിൻ്റെ ഇടയിൽ നിന്നോ, അല്ലെങ്കിൽ പിന്നെ വർക്കിലാണെങ്കിൽ പോലും പോകെ പോകെ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയത് എന്തുവാ മറ്റേ ഒരു ലവ് ലൈഫിലേക്കൊക്കെ വരുമ്പോഴാണ്. ലവ് ലൈഫിലോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ കേട്ടിട്ടുള്ളത്? മീൻസ് ഞാൻ ആദ്യമായിട്ട് ഈ ബോഡി ഷെയ്മിങ് എന്നുള്ളൊരു കാര്യം ശരിക്കും ഒരു മാറ്റർ ആണ് എന്ന രീതിയിൽ ഉള്ളിലേക്ക് കൊണ്ടുവച്ചത് റിലേഷൻഷിപ്പ് ഉണ്ടായ സമയത്ത് ഉണ്ടായൊരു സംസാരമായിരുന്നു. മീൻസ് ഇതൊന്നും നടക്കത്തില്ല എന്ന രീതിയിലേക്ക് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും അതങ്ങ് പോയി. റീസൺ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാ നടക്കാത്ത? അപ്പോ കാര്യം ഞാൻ ഒരിക്കലും അങ്ങനെ ഞാനായിട്ട് മറ്റേ എനിക്ക് എഴുതാനല്ലേ അറിയൂ സാറേ, വായിക്കാൻ അറിയില്ലല്ലോ എന്ന രീതിയിൽ ഞാനെല്ലാം എൻ്റെ മാക്സിമത്തിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്. എൻ്റെതായ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എല്ലാം. പക്ഷെ എന്നിട്ട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നം പോലെ. അപ്പം ആ ഒരു ഏജിലായാലും ചെറിയ പ്രായത്തിലാണ്, എന്നാൽ പോലും അത്ര ചെറുതല്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? ഇപ്പോഴുള്ള മറുപടി എന്ന് പറയുന്നത് അതൊക്കെ വീട്ടുകാരൊക്കെ കളിയാക്കും, കൂട്ടുകാരൊക്കെ കളിയാക്കും. എന്നാൽ ഇപ്പം ഉള്ള പോലെ അല്ല ആ സമയത്ത്. അന്ന് കുറച്ചുകൂടെ മെലിഞ്ഞിട്ടാണ്. ഐ എം ചബ്ബി, ഈ പറയും പോലത്തെ ചബ്ബി അങ്ങനെ അല്ല. കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞതാ നമ്മള് വി ആർ നോട്ട് മെന്റ് ടു ബി അലോങ്, ഒരുമിച്ച് പോകുന്നത് ശരിയാവത്തില്ല. റീസൺ ഒരാൾ ഇപ്പോൾ എന്നെ കണ്ടാൽ പറയും, ഓ നീ മറ്റേ ഒന്നുപോലെ ഇരിക്കാൻ, അവളെ കാണാൻ 10 പോലെ ഇരിപ്പുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്, ഈ തടിച്ചിട കൂടെയൊക്കെ ആണെന്നോ പോകുന്നത്? അതൊക്കെ കണ്ടാലേ ഒരുമാതിരി മോശം, ആൾക്കാരൊക്കെ കളിയാക്കും, ഒന്നും ശരിയല്ല. ഇതൊക്കെ ഒരു റീസൺ ആണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിലോട്ടൊക്കെ പോകുമ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ നീ മറ്റേ മെലിഞ്ഞ് 1 മാസം കൊണ്ടൊക്കെ മെലിഞ്ഞ് നിനക്ക് ഇതാവാൻ പറ്റുമോ? എനിക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഈ കാര്യം അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ ആലോചിക്കാം എങ്ങനെയാണ്, മീൻസ് എനിക്കത് ഞാൻ കേട്ടു ഓക്കെ എന്നുവരെ കേട്ട് മോട്ടിവേറ്റ് ആയ സമയമുണ്ട്. ഓക്കെ ശരി മെലിയാം. അപ്പം ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ തടിച്ച് ആയതുകൊണ്ടാണ് എന്ന രീതിയിലെ വേർഡാണ് അവർ യൂസ് ചെയ്യുന്നത്. വേറെ റീസൺ ഒന്നുമല്ല, ഇതാണ് മെയിൻ റീസൺ എന്ന രീതിയിൽ കോർണർ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, പ്രൊഫഷണൽ ലൈഫിലായാലും നമുക്കൊരു വർക്ക് റിലേറ്റ് ആയിട്ടൊക്കെ വരുമ്പോഴും അവർക്ക് വേണ്ട ഒരു എക്സാക്ട് ഫിഗർ ടൈപ്പ് സൈസ് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചവരുണ്ട്. എന്നുവെച്ചാൽ മറ്റേ 36, 24, 36 അങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കണം, ഭയങ്കര ഫെയർ ആയിരിക്കണം, എല്ലാത്തിലും ഒഴിച്ചു നിർത്താൻ പറ്റുന്ന ഒന്നും ഉണ്ടാവരുത് അതില്. ഈ പലരും ഇപ്പോഴും പറയുന്നുണ്ട് 2026 ഇവിടെ കളർ വ്യത്യാസമൊന്നുമില്ല, വണ്ണ വിവേചനമൊന്നുമില്ല. ശരിക്കും ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്? ഇപ്പോഴും ഉണ്ട്. ഇതൊന്നും ആരും പുറത്ത് പറയത്തില്ല. ഇല്ല, പറയുന്നവര് വളരെ ചുരുക്കമാണ്. പക്ഷെ ആക്ച്വലി ഇപ്പൊ പറയുമല്ലോ, നമ്മൾ അനുഭവിച്ചവർക്കേ അറിയൂ അതിന്റെ ഒരു വേദന. അപ്പോ എല്ലാ എന്താ പറയാ, എനിക്ക് തോന്നുന്നു ആക്ടിങ് ഇൻഡസ്ട്രി ആണ് അങ്ങനെയൊന്നും അല്ല, ഏതൊരു ജോലിയിലായാലും ഇങ്ങനെ ബോഡി ഷെയ്മിങ്ങും അല്ലെങ്കിൽ ഓരോരോ രീതിയിലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതില് നമ്മുടെ എന്താ പറയുക ഇൻഡസ്ട്രിയില് ആക്ച്വലി ഇപ്പോഴും ഉള്ളതാണ്. പക്ഷെ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് ഇതൊന്നും ഒരു വിഷയമല്ല, ആ ഒരു കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടേതായ കഴിവാണ് എല്ലാം എന്ന് വിചാരിച്ച് ഫ്രണ്ടിലേക്ക് വരുന്ന ഡയറക്ടേഴ്സും അതിനെ കാസ്റ്റ് ചെയ്യുന്ന കാസ്റ്റിംഗ് ഡയറക്ടേഴ്സും അങ്ങനെയുള്ളവരുണ്ട്. എനിക്ക് ഇന്ന ആൾ അതിൽ പെർഫെക്റ്റ് ആയിരിക്കും ആക്ടിങ്ങിൽ, അവരുടെ കഴിവ് നോക്കലു കേട്ടോ, അവരുടെ ആ ഒരു പാഷനിൽ അവർ വർക്ക് ചെയ്യുന്ന കണ്ടില്ലേ, എന്ത് നാച്ചുറൽ ആണ്, ഇതുപോലത്തെ ആൾക്കാർ വേണം, ഇവരാണ് നമുക്ക് ആപ്റ്റ് ആവുന്ന, അങ്ങനെ ചിന്തിച്ച് വരുന്നവരുണ്ട്. എന്നാൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും വേണ്ട ഫിഗർ സൈസ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിരിക്കണം, ഭയങ്കര ബ്യൂട്ടി ആയിരിക്കണം, ഭയങ്കര സ്ലിം ആയിരിക്കണം, അങ്ങനെ അങ്ങനെ കണ്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അത് കൂടുതലും നിർബന്ധം വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, ലൈക്ക് മേ ബി പ്രൊഡ്യൂസർ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിന്റെ ഹെഡിൽ നിൽക്കുന്നവരുടെ കോൺസെപ്റ്റ് എന്താണോ
അത് എക്സാക്റ്റ് വേണം. അത് എന്തൊക്കെ പറഞ്ഞാലും എക്സോ വൈ അവർക്ക് ഈ രീതി വേണം എന്ന് ഡിമാൻഡിങ് പവർ. ഈ കല്യാണത്തിനാണെങ്കിലും അല്ലെ കൂട്ടുകാരുടെ ഒരു ഹൗസ് വാമിങ്ങിന് പോകുമ്പോഴും ഓ എന്നാ വണ്ണവാ നിനക്ക്, നിന്നെയൊക്കെ ആരെങ്കിലും അടുത്ത് നിർത്തുമോ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആയിട്ട് കേട്ടിട്ടില്ല. പക്ഷെ മറ്റേ ഈ ക്ലീഷേ ഡയലോഗ് കേട്ടിട്ടുണ്ട്. ഏതാ, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി മറ്റേ നിൽക്കുന്ന ടൈമിലൊക്കെ കുറച്ചെടുത്താൽ മതി കേട്ടോ, വേറൊന്നുമല്ല, വെറുതെ ഇനി തടി കൂട്ടരുത്, ഒരു എക്സ്ട്രാ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാവും ഒരു റിസപ്ഷൻ എന്തെങ്കിലും പരിപാടി പോകുമ്പോൾ. അപ്പം നമ്മളത് കഴിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ ഇതൊന്നും കഴിക്കില്ലേ, വെറുതെ തടി വെച്ച് കൂടി കെട്ടാനൊന്നും ചെക്കാനൊന്നും വരില്ല. അങ്ങനെ അതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു ബോഡി കോൺഫിഡൻസ് പോസിറ്റിവിറ്റി ഉണ്ടാവും. പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ അതിനെ എങ്ങനെയും അടിച്ച് താഴ്ത്തണം എന്ന രീതിയിൽ നമ്മളെ എന്താ പറയുക കോൺഫിഡൻസിനെ കളയാൻ നോക്കുന്നവരുണ്ട്. അത് ഏറ്റവും സങ്കടം എന്ന് പറയുന്ന ഒന്നുകിൽ അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, ഫ്രണ്ട് സോൺ ആയിരിക്കാം. ഈ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഞാൻ കോമൺ ഫ്രണ്ടാണ് എല്ലാവരുടെയും. ഗ്രൂപ്പ് എന്ന് പറയാൻ ഉണ്ടാവും. എനിക്കൊരു ഫ്രണ്ട്സ്, ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിസത്തിൽ ആയിരുന്നു എൻ്റെ സ്കൂളിംഗ് തൊട്ട് എനിക്ക് ഫീൽ ചെയ്ത് വന്നിട്ടുള്ളത് പേഴ്സണലി. അങ്ങനെ പറയത്തക്ക ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും ആ ആൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടവരൊക്കെ കൂടെ നിന്നിട്ടുണ്ടോ? സ്നേഹഗൗരിക്ക് ഒരു ആവശ്യം വന്നില്ല. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം എല്ലാവരും ഓരോരോ ഗോ ത്രൂ സിറ്റുവേഷൻസിലാണ്, പല ജീവിത സാഹചര്യങ്ങളിൽ അവരും ഒരുപാട് അനുഭവിച്ചും ഒക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പം ഞാൻ നിർബന്ധിക്കില്ല എൻ്റെ കൂടെ വേണം എന്ന രീതിയിൽ. പക്ഷെ അങ്ങ് അറ്റം എക്സ്ട്രീംസിൽ പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു എന്നല്ല, എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താന്ന് ചോദിക്കുന്നവരുണ്ടായിട്ടുണ്ട്. ഗൗരി, നിനക്ക് ഇത്രമേൽ അനുഭവമുള്ള ഒരു വ്യക്തിയാന്ന് പറയത്തില്ല കേട്ടോ. കണ്ട ചിരി ചൂസ് ചെയ്യണം എന്നാണ് എനിക്കൊരു ഇതുള്ള കാര്യം. അല്ല, ഇപ്പം എന്താ പറയാ, ഞാൻ ഇപ്പൊ ഇരുന്ന് കരയുവാണെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ അജിൻ്റെ അടുത്തായാലും ഒരു വിഷമം പറയാൻ കരയുവാണെങ്കിൽ എങ്ങനെയായാലും മേ ബി ഡിപ്പെൻസ് ഓൺ ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ. പക്ഷെ കൂടുതൽ ആൾക്കാരും ജഡ്ജ് ചെയ്യുന്ന സങ്കടത്തിലോ അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഫേസ് ഇരുന്ന് കഴിഞ്ഞാൽ അവർ പറയും എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. സഹതാപമാണ് കൂടുതലും നമ്മൾ വിഷമിച്ചിരുന്നുള്ള ഒരു ഫേസ് അല്ലെങ്കിൽ ടെൻഷനായിരുന്നുള്ള ഒരു ഫേസിൽ അവർക്ക് തോന്നുന്നത്. മറ്റേതൊരു ഡിപ്രഷൻ ആയാലും ആങ്സൈറ്റി ആയാലും നമുക്ക് ചിരിക്കാനുള്ള ഒരു പവർ ഉള്ളിൽ അത് വരും. നമ്മൾ ഇത്രയും ജീവിച്ചു വരുമ്പോൾ സാഹചര്യത്തിൽ അങ്ങ് വന്ന് പോകുന്നതാണ്. അപ്പം ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് ഇങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. എൻ്റെ ഉള്ളിലെ വിഷമം ഞാൻ അറിഞ്ഞാൽ മതി. കാര്യം എൻഡ് ഓഫ് ദ ഡേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നമുക്ക് നമ്മളെ സർവൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഒരു സർവൈവിങ് സ്കില്ലാണ് നമ്മൾ ഒരാളിൽ നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഫേസും കാര്യങ്ങളും എന്നൊക്കെ ഉണ്ട്. സ്നേഹഗൗരിയുടെ ജീവിതത്തിൽ 5-ാം വയസ്സിൽ സെക്സ്വൽ അബ്യൂസ് നടന്നിട്ടുണ്ടോ? ഉണ്ട്. അതിന്റെ കഥ എന്തായിരുന്നു? അത് കൂടുതലും എന്താ പറയുക, അത് ഒരു നമ്മളെല്ലായിടും സേഫ് ആയിരിക്കില്ല. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്കറിയില്ലല്ലോ എന്താണ് ഈ കാണിക്കാൻ നോക്കുന്നത്, അല്ലെ അവരെന്താണ് ഈ പെരുമാറുന്നത് എന്നുള്ള കാര്യം. അപ്പം ഞാനത് കാണുന്നത് ഓക്കെ എന്തെങ്കിലും എന്തോ കാണിക്കുന്നു, ചുമ്മാ അടുത്തിരിക്കുന്നതായിരിക്കാം, ആ ഒരു ബിഹേവിയർ ആയിരിക്കാം. പക്ഷെ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് ഉണ്ടായിരിക്കുന്നത് അത്രയും പരിചയമുള്ള ഒരു റിലേറ്റീവിൻ്റെ അടുത്തു നിന്നാണ്. ഓക്കെ. ഇപ്പോൾ ഒരാളും എന്താ പറയുക, ഇപ്പോൾ ഫാമിലി ഇമ്പോർട്ടൻറ്റ്, ഫാമിലിയുടെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൂടുതലും ഒരു അഡ്വൈസ് പോലെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഫാമിലി സറൗണ്ടിങ്ങിനകത്ത് നമ്മൾ സേഫ് ആയിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു റിലേറ്റീവ് സൈഡിൽ ഒരിക്കലും വിശ്വസിച്ച് പെൺപിള്ളേരെ വിടരുത് എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ആൺപിള്ളേരെ വിടരുത് എന്നാണ്. കാര്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇതെന്താണ് സംഭവം എന്ന്. പക്ഷെ എനിക്ക് പേടിയായി, അത് എന്നെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഈ നമുക്ക് ഈ
ഉറങ്ങുമ്പോഴും ഈ ഒരു ഇത് വരും. ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഞാൻ 6th വരെ പഠിച്ചത് മിക്സഡിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ 6th വരെ മിക്സഡിൽ പഠിച്ച സമയത്ത് എനിക്കൊരു ആൺകുട്ടിയുടെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ എനിക്ക് പേടിയാ. എനിക്കിഷ്ടമല്ല എൻ്റെ അടുത്ത് ആൺപിള്ളേർ ഇരിക്കുന്നത്. എന്നുവെച്ചാൽ എനിക്കൊരു ഡിസ്കംഫോർട്ടാണ്, എക്സ്ട്രീം ഡിസ്കംഫോർട്ടാണ്. പക്ഷേ ഇതെനിക്ക് പറയാൻ അറിയില്ല, ഈ വാക്കുകൾ അറിയില്ല, ഇത് പറയേണ്ട രീതി അറിയില്ല. അല്ലെങ്കിൽ ഇത് കംഫർട്ടായിട്ട് പറഞ്ഞ് ഒരു ടീച്ചറിനോട് പറയുമോ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് പറയണോ? എനിക്ക് അങ്ങനത്തെ ഒരു സോൺ ഇല്ല, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളിൽ ഒതുക്കി 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 പോയത് കൊണ്ടെത്തിച്ചത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ട്രോമാറ്റിക് സ്റ്റേജിലാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഞാനത് സഹിച്ചെങ്കിൽ ഞാൻ ഓവർകം ചെയ്തെത്തി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അത് ഇതെല്ലാം തുറന്നു പറയാൻ ഒരാളില്ലായിരുന്നോ? ഇത് മുത്തശ്ശിയാണ് അല്ലേ വളർത്തിയതൊക്കെ? എന്നുവെച്ചാൽ ഫാമിലി ഒരുമിച്ച് തന്നെയായിരുന്നു എല്ലാവരും. പക്ഷെ അച്ഛനൊക്കെ ആ സമയത്ത് ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അമ്മ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും ജോലിയൊക്കെ ആയിട്ട്, അമ്മയും തിരക്കും കാര്യമൊക്കെ ആയിട്ട് ജോലിയിലായിരിക്കും. അപ്പോൾ ആ സമയം അമ്മുമ്മ റിട്ടയർഡായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ചേട്ടനാണെങ്കിലും ബ്രദർ ഉണ്ട്, അവൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോകും. ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങ് പറയാനൊന്നും ഇല്ല, ആരും ഇല്ല. ഈ തുറന്നു പറയാനും കേട്ടിരിക്കാനും ഒരാൾ ലൈഫിലുള്ളത് നല്ലതാണോ? തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. അത് ആർക്കാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരാൾ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഗോത്രൂലാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് ഒരാൾക്ക് അറിയണം എന്നില്ല. ഈ സിറ്റുവേഷൻ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു അബ്യൂസ് നടക്കുന്ന സമയത്ത് ഇത് എന്തുകൊണ്ട് ആരോടും ഷെയർ ചെയ്തില്ല? എനിക്ക് പേടിയായിരുന്നു. എനിക്കറിയില്ല അതെങ്ങനെയാ പറയേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇത്രയും ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അന്നില്ല. ഇപ്പോൾ എനിക്ക് 25 വയസ്സായി. അപ്പോൾ എൻ്റെ ഈ 5ാം വയസ്സിൽ എന്ന് പറയുന്നത് ഇതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചുറ്റിനും കേൾക്കുന്ന കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായ ആ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അവൾ വളർന്ന് വലുതായി അവൾക്ക് കല്യാണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവളെ ആ രീതിയിൽ കോർണർ ചെയ്ത ആൾക്കാർ മാറ്റും. എല്ലാത്തിലുപരി എനിക്ക് പേടി, എന്നെ വഴക്ക് പറയോ, എന്നെ അടിക്കോ, എന്നെ ഉപദ്രവിക്കോ? എനിക്കറിയില്ല ഇത് തെറ്റാരുടേതാണ്. ഞാൻ അങ്ങനെ മീൻസ് ഞാൻ ആ റിലേറ്റീവിന്റെ വീട്ടിൽ പോയതും അവിടെ ആ സംഭവം സംഭവിച്ചത് അത് എൻ്റെ തെറ്റായിട്ട് ആൾക്കാർ എടുക്കുവോ? കാര്യം എൻ്റെ മൈൻഡിൽ പോകുന്നത് കാർട്ടൂണും അല്ലെ സ്കൂളിലെ കുഞ്ഞു പരാതി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉള്ളത്. എനിക്ക് വളരെ കുറച്ച് മെമ്മറിയിലേ അതിൻ്റെ അകത്തുള്ളൂ. അപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നതന്നെ അല്ല. ഈ ഒരു അനുഭവം എത്ര നാൾ മനസ്സിനെ അലർട്ടി? ഇത് എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ 18-20 വയസ്സിനകത്താണ് ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നത്. ഓക്കെ. ഞാൻ ഒരിടെ പൊട്ടിത്തകർന്ന അമ്മയുടെ അടുത്ത് അത് പറഞ്ഞത്. എന്നുവെച്ചാൽ ആ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ നമ്പായി. അതായത് എൻ്റെ എല്ലാം എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മയായിരുന്നു. അമ്മമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് തന്നെ. അമ്മമ്മയെ പോലെ ആർക്കും റീപ്ലേസ് ആവാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തിരക്കിൻ്റെ ആ ജീവിതത്തിൽ പോയി വരുന്ന ആ സമയത്ത് അമ്മയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള സമയം വളരെ കുറവാണല്ലോ. അപ്പോൾ എല്ലാ സമയം എൻ്റെ കൂടെയുള്ള എൻ്റെ അമ്മൂമ്മയും എനിക്കൊരു തത്തമ്മ ഉണ്ടായിരുന്നു. ഭയങ്കര സംസാരമായിരുന്നു. അത് എൻ്റെ 1 വയസ്സ് ഇളയതാ. എന്നുവെച്ചാൽ എൻ്റെ 2ാം വയസ്സിൽ കൊണ്ടുവന്നതാ. അപ്പോൾ അമ്മൂന്നായിരുന്നു പേര്. അപ്പം എൻ്റെ വേൾഡ് അതായിരുന്നു. ഈ ഒരു ഇൻസിഡൻറ്റ് ചെറിയ തോതിൽ എൻ്റെ അമ്മൂമ്മ കണ്ടു. അതിനുശേഷം എനിക്ക് ഓർമ്മയുള്ള, അതായത് എനിക്ക് പറയാൻ അറിയില്ല, എനിക്ക് പേടിയായിപ്പോയി. പക്ഷെ എന്താ അമ്മമ്മ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് അവിടുന്ന് പോയി, ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോയി. പക്ഷെ അന്ന് പോലും ആ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ അമ്മമ്മയും ആരോടും പറഞ്ഞില്ല, ആരെ അറിയിച്ചില്ല. പക്ഷെ എനിക്ക് അന്ന് കിട്ടിയ ഒരു കെട്ടിപ്പിടുത്തമുണ്ട്. ഐ വാസ് സേഫ്. ഞാൻ സേഫായിരുന്നു ആ ഒരു ഹഗ്ഗില്. എനിക്കത് എൻ്റെ ലൈഫിൽ പിന്നെ കിട്ടിയിട്ടില്ല. എൻ്റെ 7th വെച്ച് അമ്മൂമ്മ മരിച്ചു. ഞാൻ ആ ഒരു നംനെസ്, ആ ഒരു സ്റ്റേജിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്.
സെവൻത്തിൽ അമ്മൂമ്മ മരിച്ചപ്പോഴും ലൈക്ക് അമ്മയുടെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അപ്പോൾ അമ്മയ്ക്കും അമ്മാമ്മയായിരുന്നു എല്ലാം. പക്ഷെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അമ്മയും വല്ലാത്തൊരു മാനസികാവസ്ഥ കാര്യമായിട്ട്. അപ്പം ഞാൻ വിശ്വസിച്ചത് എന്താണെന്നറിയോ, അമ്മൂമ്മയ്ക്ക് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടാണ് വയ്യാണ്ടായി മരിക്കുന്നത് നിംസ് വെച്ചിട്ട്. അപ്പോൾ ഓക്കെ ആയിരിക്കും, കുഴപ്പമുണ്ടാവില്ല എന്ന രീതിയിലാണ്. പക്ഷെ ഓൾറെഡി അമ്മൂമ്മ മരിച്ചിട്ടുണ്ടായി, വെന്റിലേറ്ററിൽ വെച്ചതായിട്ടാണ് പിന്നീട് ഇത് പറഞ്ഞറിഞ്ഞത്. പക്ഷെ ഞാൻ ബോഡി കാണുമ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ചിലപ്പോൾ ജീവൻ വരുമല്ലോ, എങ്ങനെ മിറാക്കിൾ സംഭവിച്ചാൽ എന്താ ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയായിരുന്നു. നോക്കിയപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഞാൻ ആലോചിച്ചത്, ദൈവം ഇതിനെ കൊണ്ട് കത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ആ സമയത്ത് ആ ജീവൻ വരുന്നെങ്കിൽ എന്തേ, കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല ആ റിയാലിറ്റി. കാരണം എന്നെ അത്രമേൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അമ്മൂമ്മ. ഒരിക്കലും അമ്മൂമ്മ മരിച്ചെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റത്തില്ല. എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം എനിക്ക് ഇത് പറയാൻ വേറെ ആളും ഇല്ല, അല്ലെങ്കിൽ തെളിവിനും ഒന്നുമില്ല. അല്ലേ തന്നെ ഞാൻ അനുഭവിച്ച പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം കാര്യങ്ങളും എല്ലാം അതായിരുന്നു. പിന്നീട് ഈ വ്യക്തിയെ നേരിട്ട് കാണുകയുണ്ടായോ? ഞാൻ കണ്ടു. കാണുമ്പോഴല്ലേ ഭയമാ? എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കത് ഭയമായിരുന്നു. പിന്നീട് കണ്ടപ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു ദേഷ്യമായിട്ട് മാറി. ഈ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. തുറന്നു പറയാൻ പേടിയുള്ളവരായിരിക്കും. ഒരുപക്ഷെ അന്ന് ഗൗരി പറഞ്ഞിരുന്നെങ്കിലും ആരും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ കേട്ട് വളർന്നതും അല്ലെങ്കിൽ ഞാൻ കണ്ടു വളർന്ന സാഹചര്യത്തിൽ തെറ്റെന്നും പെണ്ണിനായിരിക്കും എന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പേടിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയുക, ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പല സിറ്റുവേഷൻസ് ഓൾറെഡി ഫേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴും എനിക്കിത് മൂന്നാമതൊരാളോട് അല്ലെങ്കിൽ വേറെ ഷെയർ ചെയ്യാൻ എനിക്കൊരു ആളില്ല. അങ്ങനെയാണ് ഞാൻ അത് സഹിച്ചങ്ങ് അറ്റെത്തി പൊട്ടിത്തെറിച്ചൊരു ദിവസം ഞാൻ വീട്ടിലത് പറഞ്ഞത്. അതിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നു ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ. എന്തായിരുന്നു? ഞാൻ അന്ന് ഫേസ് ചെയ്ത ആ ഹാർഷ് റിയാലിറ്റിന്ന് എനിക്ക് എങ്ങനെ പുറത്തു വരേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും എൻ്റെ കയ്യിൽ നിന്ന് പോയി തോന്നിയ ഒരു നിമിഷം, എനിക്ക് ആരും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് പോലും വേർത്ത് അല്ലാന്ന് തോന്നിയ സിറ്റുവേഷൻസ് ഉണ്ടായി. അന്ന് ഞാൻ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് എന്നുള്ളത് ചിന്തിച്ചു. അത് ചെയ്യുന്നതാണ് ശരിയെന്ന് തന്നെയാണ് അങ്ങ് വിചാരിച്ചത്. ആരും ഇല്ലല്ലോ മനസ്സിലാക്കാന്നുള്ള. അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എന്താണോ ഞാൻ ഉള്ളിൽ നീറുന്ന വേദനിക്കുന്ന അത് പുറത്ത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. കേട്ടിരിക്കാൻ ഒരാളില്ലായിരുന്നു. എല്ലാവരും തിരക്കിലല്ലേ. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണം എന്നില്ല. പക്ഷെ എനിക്ക് അനുഭവിക്കുന്ന ഒരു ട്രോമ എന്ന് പറയുന്നത് എനിക്ക് പറയാനും പറ്റുന്നില്ല. നമ്മൾ പറയുമല്ലോ, ആർക്കും ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യരുതെന്ന്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ആരോടൊന്നും പറയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇനി ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, മുന്നോട്ട് പോകുമ്പോഴെന്തായാലും ഈ ലൈഫ് വേർത്തല്ല എന്ന സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ ഞാൻ കാണുന്നത് എന്ന് വെച്ചിട്ട് ഐ ട്രൈ ടു ഗെറ്റ് സൂസൈഡ്. മരിക്കാം തന്നെ വിചാരിച്ചു ആ പോയിന്റിൽ. രണ്ടാം ജീവിതമാ. ഈ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പേരൻസ് ആണെങ്കിലും ഈ മക്കളുടെ ഒരു ആവശ്യം, അതായത് അവർക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, അവർക്ക് കുറേ സ്വത്തുക്കൾ കൊടുക്കുക എന്നതിലല്ലാതെ ഒന്ന് അടുത്തിരുത്തിയിട്ട് അവരുടെ വിഷമങ്ങൾ കേൾക്കണം. ഒരു വലിയൊരു പോയിന്റ് ആണോ സ്നേഹ? പാരന്റിങ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷെ എല്ലാവരും പാരന്റ് ആവാൻ എനിക്ക് തോന്നുന്നു ഡിസേർവ് ചെയ്തവരല്ല. അവരുടെ ആ ഒരു ലൈക്ക് കല്യാണം കഴിയുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, നോക്കണം, ഒരു ഡ്യൂട്ടി, അതിലങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, എല്ലാവരും കുഞ്ഞുങ്ങളാണ്. എല്ലാവരും കുഞ്ഞുങ്ങളാണ്. നമ്മുടെ പാരൻസ് ഉൾപ്പെടെ കുഞ്ഞുങ്ങളാണ്. അവർ വലുതായപ്പോൾ അവർക്കുള്ള ഒരു ഡിസൈഴ്സും കാര്യങ്ങളും, അവർ വിവാഹം കഴിച്ചു ആൻഡ് അവരുടെ ജീവിതം ഇങ്ങനെയാണ് പോവേണ്ടതെന്ന് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പോലെ അവർ പോവുകയാണ്. അവരുടെ ഉള്ളിൽ ഹീലാവാത്ത ഒരു എന്താ പറയുക, പല തരത്തിലെ മുറിവുകളുള്ള മനുഷ്യർ അവരുടെ ഉള്ളിൽ കുഞ്ഞായിട്ടുണ്ട് ഇപ്പോഴും. അത് അവർ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് നമ്മളോട് അത്രയും ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ പല രീതിയിലുള്ള സിറ്റുവേഷൻസിൽ ജീവിച്ച് പോകുന്നത്.
ഇപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ ആയാലും ഞാൻ ഈ പറഞ്ഞതുപോലെ അമ്മയുടെ 2ാം വയസ്സിലോ 1ാം വയസ്സിലോ എന്തോ ആണ് അപ്പൂപ്പ മരിക്കുന്നത്. സോൾജിയർ ആയിരുന്നു. അതിനുശേഷം അമ്മൂമ്മയാണ് നോക്കിയത്. ആൻഡ് അമ്മൂമ്മയുടെ ഒരു കാര്യം, അപ്പോൾ ഒറ്റ മോളായിരുന്നു, സിബിലിങ്സ് ഇല്ല. ഓക്കെ. അപ്പോൾ കസിൻസ് ഒക്കെ ആയിട്ട് കൂട്ടുകുടുംബമായിട്ടാണ് വളർന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു കാര്യത്തിൽ അവർക്ക് അനുഭവിച്ച ഒരു ഇഷ്യൂസ് വേറെ ആയിരിക്കാം. അതിൽ നിന്നൊന്നും ഓക്കെ ആവാതെ വരുമ്പോൾ അവർക്ക് ഫേസ് ചെയ്യുന്ന എപ്പോഴും എന്താ, ഡ്യൂട്ടീസ് ചെയ്യണം. ആ ഡ്യൂട്ടീസ് ചെയ്തങ്ങ് പോവുക. കൂട്ടത്തിൽ സ്നേഹം ഇല്ല എന്നല്ല, ഉണ്ട്, പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു അവരുടെ ജീവിതം മേ ബി അവർ ജീവിച്ചു വന്നത്. അപ്പോൾ അത് എന്നിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ആൾക്കാർ ആയിട്ട് എനിക്ക് തോന്നിയില്ല ആ സമയത്ത്. അല്ലെങ്കിൽ എനിക്ക് പേടിയായിരുന്നു, എൻ്റെ ഉള്ളിൽ പേടി എന്ന് പറയുന്ന കാര്യമായിരുന്നു ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ നിന്നത്. എന്നെ അലർട്ട് ചെയ്ത് പേടിയാ, എന്നെ അലട്ടിയ പേടിയായിരുന്നു. ഇത് ഇത്രയും ചിരിച്ചു നിൽക്കുന്ന ഒരു ഭയങ്കരമായിരുന്നു കേട്ടോ ഇത് ജീവിതം. ഇന്നൊരുപാട് മാറി. ഈ സ്നേഹ ഈ ലൈഫിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചവർക്ക് അറിയത്തുള്ളൂ അതിന്റെ വേദന. അതൊക്കെ അത്രേ ഉള്ളൂ. അത് ഒറ്റപ്പെടുക എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒറ്റപ്പെടലല്ല. അല്ല. നമുക്ക് മേ ബി എല്ലാവരും നമ്മുടെ ചുറ്റിനും ഞാൻ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് നിൽക്കുന്നവരും ആയിരിക്കാം. പക്ഷെ നമ്മുടെ ആ മാനസികാവസ്ഥ എക്സാക്റ്റ് മനസ്സിലായി നിൽക്കുന്നവരല്ല, സഹതാപം കേട്ട് നിൽക്കുന്നവരായിരിക്കും. മാത്രമല്ല താങ്ങുന്നതിനപ്പുറം ഒരു പോയിന്റിൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി കരഞ്ഞ നിലവിളിച്ച് അങ്ങനെ പൊട്ടിത്താർന്നിരിക്കുമായിരിക്കും. പിന്നെ നമ്മൾ നംനെസ്സിലായിരിക്കും. വിഷമം വരുമോ, കരയും, പക്ഷെ ആ ഒരു നംനെസ്സിലായിരിക്കും നമ്മൾ പുറത്തോട്ട് വരുന്നത്. അതായത് അറിയില്ല എന്താണ് ചെയ്യുന്നതെന്ന്, ചിരിക്കുകയാണോ ചിരിക്കുന്നു, പക്ഷെ കരയാൻ വയ്യ, ഒന്നിനും വയ്യ. ഇനി ഈ യഥാർത്ഥത്തിലുള്ള ഡിപ്രഷൻ എന്തുവാ, ഒരു വാക്കിനൊരു അർത്ഥമുണ്ടോ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വേർഡാണ് അത്, ഡിപ്രഷൻ. ഞാനിപ്പോ ഐ ആം ടോക്കിംഗ് ടു യു, സംസാരിക്കുകയാണ് അജിനുമായിട്ട്, പക്ഷെ എൻ്റെ ഉള്ളിൽ ഹീലാവാത്ത പല കാര്യങ്ങളുണ്ട്. അതുപോലെ പലർക്കും ഇല്ലേ, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. ഡിപ്രഷൻ, ചിരിച്ചുകൊണ്ടിരിക്കുന്നവര് ഡിപ്രസ്ഡ് ആയിരിക്കും. കരയുന്നതല്ല ഡിപ്രഷൻ, ചിരിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നോർമലായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നു എന്ന രീതി ഇരിക്കുന്നത് ഒക്കെ, അങ്ങനത്തെ ഫേസ് കാണുകയാണെങ്കിൽ അതൊക്കെ ഹാപ്പി ആയിരിക്കുന്ന ഫേസസ് ആവണമെന്നില്ല. ഈ പലരും ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഈ ചെറുപ്രായത്തിൽ ചെയ്യുമ്പോൾ അവർക്കെല്ലാം സംഭവിക്കുന്നത് ഈ പറയുന്ന കേട്ടിരിക്കാൻ ഒരാളില്ലാത്തത് തന്നെയാണോ? ആയിരിക്കാം. അല്ല എങ്കിൽ അവരുടെ മനസ്സിൽ ദേ ആർ നോട്ട് ഗുഡ് ഇനഫ്, അവർ അത്ര നല്ലതല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചുറ്റുപാടുണ്ടായി കാണും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നും. ഈ സ്നേഹഗൗരിയുടെ ജീവിതത്തിൽ നിന്നെ കൊണ്ടൊക്കെ എന്തെങ്കിലും കഴിയുമോ, നീ ഇങ്ങനെ വണ്ണം കൊണ്ട് നടക്കത്തേ ഉള്ളൂ, നിന്നെ ഒന്നും ഒരുത്തൻ കെട്ടാൻ പോലും വരത്തില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എല്ലാം കേട്ടിട്ടുണ്ട്. കേട്ടങ്ങ് തഴമ്പിച്ചനാ. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഞാൻ അതുവരെ കരഞ്ഞു വിഷമിച്ചു ഇരുന്നതാ. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ ആയെന്ന് വെച്ചാ, ഇങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, ഇങ്ങനെയാണ് ഇനി. ഇപ്പൊ ഇതുവരെ ഇങ്ങനെ ആയില്ലേ, ഇതുവരെ കേൾക്കാനുള്ളതെല്ലാം കേട്ടു, എന്തായാലും ഇതുവരെ ഇങ്ങനെയാണെന്ന് തന്നെ പറഞ്ഞല്ലേ എന്നെ കൊണ്ടുവന്ന്. ഞാൻ ഇതുവരെ എന്നെ ദൈവം നടത്തിയില്ലേ, അല്ലെ ഈ യൂണിവേഴ്സിന്റെ ഒരു പവർ ഞാൻ എത്തിയില്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് ഇങ്ങനെ ആവട്ടെ. ഞാൻ അങ്ങനെ അല്ല എന്ന രീതിയിൽ ഞാൻ വളരെ ഇതായി മീൻസ് സപ്രസ് ചെയ്ത ആ വേദന എല്ലാം ഇങ്ങനെ കൊണ്ടു നടന്നപ്പോ അങ്ങനെ ഇനി മുന്നോട്ട് ഇങ്ങനെ ജീവിച്ചു നോക്കാം എന്നുള്ള ഒരു ഗട്ട്സിൽ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇപ്പതേ ഈ സ്റ്റേജ് വരെ എത്തിയത്. വലിയൊരു കാര്യമാണ് കേട്ടോ. 25 വയസ്സിൽ ഒരു സീരിയലിലെ നായികയാവുന്നു, അഭിനയം തുടരുന്നു. ഈ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം എന്തുവാ? ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ആണ്. എൻ്റെ കൂടെ ചിരിച്ചോണ്ട് നിന്ന് എന്നെ കഴുത്തേർത്ത ആൾക്കാരെ കൂടുതലും. എന്നുവെച്ചാ ഞാൻ ചെയ്യാത്ത തെറ്റിന്, അല്ലെങ്കിൽ ഞാൻ അറിയുന്നുണ്ടാവില്ല. ഞാൻ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയി. കാര്യം എനിക്ക് അതിലിപ്പോ പുതിയ പേടിയായി. ഞാൻ വളരെ ജെന്യുവൻ ആയിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. എൻ്റെ അല്ലേ ഒരു വിഷമം, അല്ലെ ഒരു സന്തോഷമായിട്ട് പറയുന്നത്.
അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഇനി എന്താ ചെയ്യാന്നറിയാതെ നിൽക്കുന്നു. പക്ഷെ അതുപോലും വേറെ രീതിയിലെടുത്ത്, അല്ലെങ്കിൽ ഞാൻ അത് ഇങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതി എടുത്തങ്ങ് പോയി നമ്മളെ കൂടെ നിന്ന് ചതിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഈ കൂടുതലവർ ചതിച്ചപ്പോൾ വേദന ഉണ്ടായിട്ടില്ലടാ? വേദന എന്ന് വെച്ചാ ഞാൻ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. വെച്ചാ എന്നെ പറ്റിക്കുവോ, ഞാൻ അങ്ങനെ വിശ്വസിച്ച് പോയില്ലേ. ഞാൻ പറയട്ടെ, എനിക്ക് എല്ലാവരുടെ ഭയങ്കര സ്നേഹമായിട്ടുള്ള ഫീലിങ്സ് ആണ്. എനിക്കങ്ങനെ അറിയില്ല, എനിക്ക് ഇങ്ങനെ മനസ്സിലൊരു കളങ്കം വെച്ച് പെരുമാറാൻ എനിക്ക് അറിഞ്ഞൂടെ. എനിക്കറിയില്ല, ചിലപ്പോൾ എൻ്റെ മറ്റേ ശാപം പോലെ നിന്റെ ഈ ജന്മം നീ ഇങ്ങനെ ആയിരിക്കണം, നീ ആരെന്ത് പറഞ്ഞാലും നീ ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ സ്നേഹത്തിൽ തന്നെ ആയിരിക്കണം. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ വിശ്വസിച്ച് പോകുന്നതാണ്. അല്ലെ എന്നെ വിശ്വസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു കാര്യം നേടാൻ വേണ്ടി നമ്മൾ അവരെ വിശ്വസിപ്പിച്ച് കൂടെ നിർത്തിയതിന് ശേഷം ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും വേണ്ട ഇനി മതി എന്ന രീതിയിലാക്കി കളയും. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കത് ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്, പേഴ്സണൽ ആയിട്ടുണ്ടായ ഒരു ഇഷ്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയില്ല, അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ഓവറായിട്ട് വിശ്വസിക്കും. നമ്മുടെ ഫീലിങ്സ് പോലെ ആയിരിക്കും എല്ലാവർക്കും നമ്മളോടുള്ള ഫീലിങ്സ് അല്ല. ഈ 25 വയസ്സിൽ ഇത്രയൊക്കെ മനസ്സിലാക്കിയത് വലിയൊരു ഭാഗ്യം കേട്ടോ. അതെനിക്ക് തോന്നുന്നു വന്ന അനുഭവങ്ങളായിരിക്കാം. തീർച്ചയായും. ഞാൻ പറയുന്ന മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവരും പറയും, പ്രായമാവുന്നവരെ ബഹുമാനിക്കുക, അതാണ് വലിയ കാര്യം. അതുപോലെ എന്ന് വെച്ചാൽ മെച്യൂരിറ്റി പ്രായമുള്ളവർ പറയുന്ന കേൾക്കുക. നോ, മെച്യൂരിറ്റി ഡാമേജിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഒരാള് എന്തുമാത്രം ഡാമേജ് സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ ആ സിറ്റുവേഷൻ ആയിരിക്കും അവരെ മെച്യൂർഡ് ആക്കുന്നത്. അവർക്ക് അതിൽ കിട്ടിയ പെയിൻഫുൾ അനുഭവമൊന്നും വേറെ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് അവർക്ക് കിട്ടില്ല. ഈ ലൈഫിൽ അനുഭവിച്ചത് ഇപ്പം തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം തരും? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോ. കാര്യം എന്താണെന്നറിയോ, അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ്, അതായത് ഇതുപോലെ ഇരുന്ന് വിഷമിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഭയങ്കര എന്താ പറയാ, ഭയങ്കര പേഴ്സണൽ അടുപ്പമാണ് ഫാമിലിക്ക് ആയിട്ട്. കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ പിന്നെ അവർക്കും മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് അവരിപ്പോ ആ ഒരു പോയിന്റിലൊക്കെ ആയപ്പോ എന്താ പറയാ, ഗൗരി വിഷമിക്കരുത്, നീ തീ കുരുത്തത വെയിലത്ത് വാടരുത്, നീ പോട്ടെ, നമുക്ക് അടുത്ത അവസരം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായോ നമുക്ക് അടുത്തത് ഉണ്ടാവും. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിട്ടുകൊടുക്കരുത് ഗൗരി, നിനക്കത് വേണം എന്ന് തോന്നി, നിനക്ക് അത്രയും നീ അതിന് ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ നീ വിട്ടുകൊടുക്കരുത്. സാഹചര്യം നിനക്കെതിരായിട്ട് വരുന്നതായിരിക്കാം, പക്ഷെ വിട്ടുകൊടുക്കരുത്. ഞാൻ അത് തന്നെയാണ് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പളും. എന്ന് വെച്ചാൽ ഇഫ് ഐ ഡോണ്ട് ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ഐ വിൽ ക്രിയേറ്റ് ഇറ്റ്. എനിക്കൊരു അവസരം ഇല്ലെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കിയെടുക്കും ആ അവസരം. കാര്യം എന്റെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഞാനാണ് എന്നാണ് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത്. അത്രേ ഉള്ളൂ. പഠിച്ചു പൊളിക്കുക കേട്ടോ. ഒരുപാട് വാക്കുകൾ കേട്ടോ. ശരിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അപ്പം ഇതിലൂടെ ഞാൻ പഠിച്ചൊരു പാഠം, നമ്മൾ കാണുന്ന വ്യക്തികളൊന്നും അല്ലല്ലേ അവരുടെ ലൈഫ്. റിയൽ അല്ല, റിയാലിറ്റി. റിയൽ വേഴ്സസ് റിയൽ ആണ് നടക്കുന്നത്. എല്ലാവർക്കും വിഷമം ഉണ്ടാവും. ഞാൻ പറയട്ടെ, മറ്റേ ഇതൊരു മൂവിയിലെ ഡയലോഗ് ഉണ്ടല്ലോ, പുറമേന്ന് നോക്കിയാ എല്ലാരും പാവങ്ങളാ, പക്ഷെ നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ മാറാൻ നിന്ന് കൊടുക്കരുത്. ഈ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ആണുങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ പാടാണോ? അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ശത്രു ഒരു പെണ്ണാണോ? ചില സാഹചര്യങ്ങളിൽ ഒരു പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയായിരിക്കും. ഓക്കെ, അതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് ഒരു എന്താ പറയാ, അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടം അവരിങ്ങനെ ഒരുക്കിക്കൊണ്ട് നടക്കാനും അങ്ങനെയൊക്കെ. ഇപ്പൊ എനിക്ക് അങ്ങനെ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. വൺസ് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമ്പോൾ കുറച്ചുകൂടെ അവൈലബിൾ ആക്കി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഒരു സ്നേഹമാണ്, സന്തോഷം. കാര്യം നമുക്ക് തിരിച്ച് കിട്ടണം എന്ന് വെച്ച് ചെയ്യുന്നതല്ല. ഒരിക്കലും നമുക്ക് ഞാൻ എനിക്ക് കിട്ടണമെന്ന് വെച്ചാൽ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലും എനിക്ക് തോന്നുന്നു എൻ്റെ സിസ്റ്റർ ഇൻ ലോ തരുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് പോലും കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ അതൊരു വലിയ സംഭവമായിട്ട് ആഘോഷിക്കുക അങ്ങനെ ഒന്നും അല്ല. എന്നാലും
ഉള്ളതിലും ഇല്ലായ്മയിലും നിന്നുള്ള ആഘോഷമായിട്ട് വീട്ടില് അമ്മയായാലും പായസമൊക്കെ വെച്ചവരെ കുഞ്ഞ് കേക്കൊക്കെ വെച്ചാൽ അതൊക്കെ ഒരു സന്തോഷമാണ്. അതൊക്കെ വലിയ കാര്യമാണ്. പക്ഷെ ഞാൻ പറയാം, ഞാൻ എന്റെ ഫ്രണ്ട്സിലായാലും അവരെ ഹാപ്പി ആക്കി എടുക്കുന്ന എഫേർട്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്റെ ലൈഫിൽ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുമില്ല അങ്ങനെ വേണം എന്ന്. കാര്യം എന്റെ ഉള്ളില് ഞാൻ അത് ചെയ്യുമ്പോ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. കാര്യം ഞാൻ എക്സൈറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ അത്രയും സന്തോഷമായിട്ടായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അതേ സന്തോഷത്തിൽ അവരെനിക്ക് ചെയ്തു തന്നില്ലെങ്കിൽ അതിലെന്താ പോയിന്റ്? ഈ ഗൗരി നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ വാക്കേ ഉള്ളൂ, നമുക്ക് നമ്മളെ ഉള്ളൂ. അതൊരു വെറും വാക്കല്ലേ? നമ്മളെല്ലാ മനുഷ്യരും ഈ വാഴയിൽ പറയുന്നത് കൂടുള്ളവന്മാരൊക്കെ അങ്ങ് പോകും. എല്ലാരും 25 വയസ്സിൽ സ്വന്തമായിട്ട് നേടിയെടുത്തത് എന്തായിരിക്കും ലൈഫില്? കൊറേ കാര്യങ്ങളുണ്ട്. അനുഭവം തന്നെ ഗുരു. ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ 25 വയസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേടിയെടുത്ത് മനസ്സിലാക്കിയത് ഞാൻ എന്നെ തന്നെയാണ്. ഞാൻ എങ്ങനെ ആയിരിക്കണം, ഞാൻ എങ്ങനെയാണ് ഇനി ചെയ്യേണ്ടത്, നെക്സ്റ്റ് മൂവ്. ഞാൻ സങ്കടപ്പെടാറുണ്ട്, ഞാൻ വേദനിക്കാറുണ്ട്, ഡിപ്രഷനിൽ എത്താറുണ്ട്. ഇതൊക്കെ ഞാൻ അനുഭവിച്ചാലും മാക്സിമം പോയി ഉള്ളൊരു സമയം കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കും. മുന്നോട്ട് പോവേണ്ട എന്തൊക്കെ കാര്യമുണ്ടോ അത് ചെയ്യാൻ വേണ്ടി ഞാൻ പോകും. ഞാൻ ഒരു ജോലി ഇല്ലേ മറ്റൊരു ജോലി ഉണ്ടോ ഞാൻ കണ്ടുപിടിച്ച് ഞാൻ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരിടത്ത് സ്റ്റോപ്പ് ആവരുത്. യാത്ര നിർത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു തരത്തിലും. അത് ഏതൊരു ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലായാലും ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ ഞാൻ റെഡി അല്ല ഇപ്പോ. അടിപൊളി. ഇതുവരെയുള്ള അനുഭവം വെച്ച് ഇനി കാണുന്ന പ്രേക്ഷകരുണ്ട് ഒരുപാട് പേര്. ഇപ്പം കുട്ടിക്കാലത്ത് 5ാം വയസ്സിൽ അനുഭവിച്ച അനുഭവങ്ങളെല്ലാം നമ്മോടിപ്പം ഷെയർ ചെയ്തു. ഇന്നും അനുഭവിക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? പറയാം. ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം ഏതൊരു റിയാലിറ്റി ആയാലും. നമുക്ക് പറയാനായിട്ട് ഇപ്പൊ ഒരുപാട് സാഹചര്യമുണ്ട്. എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും ഒന്നിനും ഇനി പേടിച്ച് നിൽക്കാൻ ഒരിടം കൊടുക്കരുത്. ഞാനൊക്കെ അനുഭവിച്ച സമയത്തുള്ള സിറ്റുവേഷൻസ് അല്ല. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ സ്ട്രോങ് ആണ്, നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവൈലബിൾ ആണ്. ഭയങ്കര ബോൾഡ് ആയിരിക്കുക, ബുദ്ധിപൂർവം തന്നെ ലൈഫിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക. തോറ്റു കൊടുക്കരുത് ആരുടെയും മുന്നിൽ. അതിനിപ്പോൾ ഫ്രണ്ട്സ് പറയുമായിരിക്കാം ഞാനാണ് അതിൽ നന്നായി ചെയ്യുന്നത്, നിനക്ക് മറ്റേ കുറച്ചുകൂടെ ഇതായിട്ട് നീ ചെയ്യുക, തൽക്കാലം ഇങ്ങനെ ചെയ്യുക. തൽക്കാലത്തേക്ക് നമ്മളെ മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇഫ് വി ഡോണ്ട് ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ഇറ്റ്. നമ്മൾ തന്നെയാണ് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഏത് സാഹചര്യത്തിലായാലും നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ട്രൈ അഗൈൻ, ഫെയിൽ അഗൈൻ, ഫെയിൽ ബെറ്റർ. അടിപൊളി അടിപൊളി. അപ്പം സ്നേഹ ഗൗരി, ഈ തീ അങ്ങനൊന്നും കെടുത്താൻ പറ്റത്തില്ലല്ലേ? കത്തും. ചാരവാ പിന്നെ തീയാവുന്നേ. അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഒരു ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ഭയങ്കര ഷൈ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അയ്യോ ഇങ്ങനെ ഇവിടെ സ്ലീവ്ലെസ് കാണുന്നു, അത് വേണ്ട, അല്ലെ ഇവിടെ ഇങ്ങനത്തെ കൈ കാണാം, അല്ല ഇച്ചിരി നെക്ക് താഴെ വന്നു, അയ്യോ ഇതൊക്കെ ഭയങ്കര പ്രശ്നം, ഷോൾ ഇട്ട് മൂടാം, ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ വൺസ് എൻ്റെ ഷെല്ല് ബ്രേക്ക് ചെയ്യുന്ന പല സാഹചര്യത്തിൽ കൂടെ ഞാൻ എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കി ഇതിലൊന്നും ഒരു കാര്യമില്ല. എനിക്കിഷ്ടമാണ് കുഞ്ഞുടുപ്പുകൾ ഇടാൻ, അല്ലെ ക്രോപ്പ് ടോപ്പ് ഇടാൻ. പക്ഷെ ആൾക്കാരുടെ കളിയാക്കലൊക്കെ കേട്ട അയ്യോ തടിച്ച് ഇട്ടേക്കുന്ന ഡ്രസ്സ് നോക്കല്ലേ, എന്ത് മോശമായിട്ട് ഡ്രസ്സ് ചെയ്തേക്കുന്നത്, പല പല സംസാരങ്ങളുണ്ടല്ലോ. അപ്പൊ എനിക്കത് മീൻസ് അത് കേട്ടിട്ട് ഞാൻ എന്നെ തന്നെ ശരിയാണ്, ഞാൻ ഇതൊന്നും ഇടാൻ പാടില്ല, എൻ്റെ തെറ്റാണ്, ഞാൻ ഇങ്ങനത്തെ വേൾഡിൽ ഒരിക്കലും ഇങ്ങനെ ഞാൻ ജീവിക്കുകയോ നടക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ ഡ്രസ്സിങ് പോലും കോംപ്രമൈസ് ചെയ്തിട്ട് മറ്റേ പർദ്ദ പോലത്തെ ചുരിദാറോ അങ്ങനത്തെ സ്കേർട്ടും ടോപ്പും ഒക്കെ മാത്രമായിട്ട് ഇട്ടിരുന്നത്. പക്ഷെ വൺസ് ഞാൻ എൻ്റെ കംഫോർട്ട് സോൺ വിട്ട് എൻ്റെ ഡിപ്രഷൻ സ്റ്റേജ് ഫേസ് ചെയ്ത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ പോയി വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ കാണുന്ന എന്നെ എനിക്ക് കുറച്ച് കാണാൻ തോന്നുന്നില്ല. പിന്നെ ഞാൻ മിററിൽ എന്നെ കണ്ണാടി കാണുമ്പോൾ എനിക്ക് എന്തൊക്കെ നന്നായി എന്നെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം, എനിക്ക് എന്തൊക്കെ ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ഡ്രസ്സ് ബോൾഡായിട്ട് ഇട്ട ശരിയല്ല എന്ന് പറയുന്ന സൊസൈറ്റിയിൽ ഞാൻ ബോൾഡായിട്ട് തന്നെ ഇടും, അത്രേ ഉള്ളൂ. എന്നെ എന്താ പറയാന്നുള്ള എനിക്ക് കാണണമല്ലോ എന്ന രീതിയിൽ ഞാൻ എന്നെ കാണാൻ പറഞ്ഞോട്ടെ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പൊ സ്നേഹ ഗൗരി,
അങ്ങ് അടിച്ച പൊളിക്ക് പോന്നെ അങ്ങോട്ട്. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു.